ഗസ ലോകത്തിൻ്റെ കണ്ണീരായി മാറുന്നു. ലോകം മുഴുവൻ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി എത്തുന്നു. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും ഗസയിൽ നിന്ന് വരുന്നത്. ഐക്യരാഷ്ട്രസഭയും ശക്തമായ ഭാഷയിൽ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നു. ഗസയിലെ ഇസ്രായേലിൻ്റെ യുദ്ധക്കുറ്റങ്ങൾ സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പോടെ ആഗോളതലത്തിൽ വിമർശനം വർദ്ധിക്കുന്നു. ഗസയിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് കടുത്ത ഉപരോധമാണ് ഇസ്രായേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പട്ടിണി ഗസയെ ശ്വാസം മുട്ടിക്കുന്നതിൻ്റെ ദാരുണമായ റിപ്പോർട്ടുകളും ഓരോന്നായി പുറത്തു വരുന്നു. ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി ബുദ്ധിമുട്ടുന്ന ഗസയിലെ മനുഷ്യരുടെ കരളലിയിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ദൃശ്യങ്ങൾ ലോകത്തിനെ ഞെട്ടിപ്പിക്കുന്നു. അതിനിടയിൽ ഗസ യുദ്ധത്തിൽ ജർമ്മനിയുടെ നിലപാട് ലോകം ശ്രദ്ധിക്കുന്നു. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് ഗസയിലെ ഇസ്രായേലിൻ്റെ സൈനിക നടപടികളെ ശക്തമായി വിമർശിക്കുന്നു. ഇസ്രായേലിനോടുള്ള ജർമ്മനിയുടെ നിലപാട് മാറ്റമായാണ് മേഴ്സിൻ്റെ പരാമർശങ്ങളെ വിലയിരുത്തുന്നത്. ഹമാസിനെ തകർക്കാൻ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളെ ലോകം മുഴുവൻ അപലപിക്കുമ്പോൾ ഇസ്രായേൽ ഏറെക്കുറെ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ മേഴ്സിൻ്റെ നിലപാട് വലിയ ചർച്ചയാകുന്നു. ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കിനിയും മനസ്സിലാകുന്നില്ല എന്നാണ് ആശങ്കയോടെ മേഴ്സ് പറയുന്നത്. Das, was die israelische Armee jetzt im Gazastreifen macht, ich verstehe offen gestanden nicht mehr mit welchem Ziel. Die Zivilbevölkerung derart in Mitleidenschaft zu nehmen, wie das in den letzten Tagen immer mehr der Fall gewesen ist, lässt sich nicht mehr mit einem Kampf gegen den Terrorismus. സമീപ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ സാധാരണക്കാർക്ക് ഇത്തരം കഷ്ടപ്പാടുകൾ വരുത്തുന്നത് തീവ്രവാദത്തിനെതിരായ പോരാട്ടമായി ന്യായീകരിക്കാനാവില്ലെന്നാണ് മേഴ്സ് തുടർന്ന് പറയുന്നത്. ഒരു ജർമ്മൻ നേതാവിൻ്റെ ഈ വാക്കുകൾ ഏറെ നിർണായകമായാണ് വിലയിരുത്തപ്പെടുന്നത്. പാരമ്പര്യ സുഹൃത്തുക്കളാണ് ജർമ്മനിയും ഇസ്രായേലും. വേർപിരിയലിൻ്റെ സൂചനയാണോ മേഴ്സിൻ്റെ വാക്കുകളിലുള്ളതെന്ന നിരീക്ഷണമുണ്ട്. വർഷങ്ങളായി ഇസ്രായേലിനെ ജർമ്മനി പിന്തുണയ്ക്കുന്നു. അതിനിളക്കം തട്ടിയിട്ടേയില്ല. ചരിത്രപരമായൊരു ബന്ധമാണ് ജർമ്മനിയും ഇസ്രായേലും തമ്മിലുള്ളത്. ജൂതരെ ജർമ്മനി സംരക്ഷിച്ചു. എങ്കിലും അന്താരാഷ്ട്ര മാനുഷിക നിയമം ലംഘിക്കപ്പെടുമ്പോൾ നിശബ്ദരായിരിക്കാൻ കഴിയില്ലെന്നാണ് മേഴ്സ് പറയുന്നത്. അത്തരം നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ഒരു ജർമ്മൻ ചാൻസലർ പോലും സംസാരിക്കണം. ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ നടപടികളെ അപലപിക്കുന്നു. ഗസയ്ക്കുള്ള മാനുഷിക സഹായത്തിന് ഇസ്രായേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ ജർമ്മനിയുടെ ജൂത കേന്ദ്ര കൗൺസിലിൽ പോലും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ജർമ്മനിയുടെ സഖ്യകക്ഷി സർക്കാരിലെ എല്ലാവരും ഒരേ അഭിപ്രായത്തിലല്ല. ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തുന്നത് പോലുള്ള കൂടുതൽ ശക്തമായ നടപടികൾക്കായി ചില സഖ്യ അംഗങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കീഴിലുള്ള ഇസ്രായേൽ സർക്കാരുമായുള്ള ജർമ്മനിയുടെ ബന്ധത്തിൽ ഇതൊരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാകുമോ? ലോകം അതാണ് നിരീക്ഷിക്കുന്നത്.